ഇതാണ് മൂകാംബികയിലുള്ള പുറാണിക് റെസിഡൻസി. ഇവിടെ നിന്നുള്ള റൂം എടുത്ത് അത്യാവശ്യം കുഴപ്പമില്ല, റീസണബിൾ റേറ്റ്സ് ആണ്. നിങ്ങൾ വന്ന് നേരിട്ട് അന്വേഷിച്ച് റൂം എടുക്കുക. റൂം ഇപ്പോൾ നവംബർ ആയതുകൊണ്ട് അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല, റൂമിന് വലിയ പിടിവലിയൊന്നുമില്ല. ഒന്ന് ബാർഗൈൻ ചെയ്ത് കഴിഞ്ഞാൽ റൂം കിട്ടും. ഇപ്പോൾ രാവിലെ 9 മണി. ഇവിടുന്ന് നേരെ കാണുന്ന ഒരു 30 മീറ്റർ മുമ്പിലാണ് അമ്പലം, മൂകാംബിക ദേവീക്ഷേത്രം. അങ്ങോട്ട് പോകുന്നത് നാട്ടിലേക്ക് പോകുന്ന റോഡാണ്, റിട്ടേൺ പോകുന്നത്. ഇങ്ങോട്ട് ഇവിടെ അമ്പലത്തിലേക്ക് ജസ്റ്റ് ഒരു 30 മീറ്റർ, 3 മിനിറ്റ് നടന്ന അമ്പലം എത്തും. പിന്നെ ഇപ്പം രാവിലെ 9 മണിയായി. നേരെ ഇവിടുന്ന് ജസ്റ്റ് ഒരു 10 മീറ്റർ മുമ്പിൽ നടന്നാൽ ഇവിടെ ജീപ്പ് കിട്ടും കൊടജാദ്രിയിലേക്ക്. ഇപ്പം ജീപ്പിൻ്റെ റേറ്റെല്ലാം ഒന്ന് അന്വേഷിച്ച് നോക്കാം. അന്വേഷിച്ച് നേരെ ജീപ്പ് കയറി കൊടജാദ്രി 5 മണിക്കൂർ എടുക്കും, റിട്ടേൺ ട്രിപ്പ് അടക്കം. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് പ്ലാൻ ചെയ്യുക. 2 മണി വരെ ജീപ്പ് പോവും. ലാസ്റ്റ് ടൈം 2 മണി. രാവിലെ 7 മണി തൊട്ട് ജീപ്പ് സർവീസ് തുടങ്ങും. 6 മണിയാന്ന് തോന്നുന്നു, 6-7 മണി വരെ. ഒരു ജീപ്പിൽ 7 തൊട്ട് 8 ആൾ വരെ ഫില്ലായാലാ പോവുക. ഷെയറിങ് ജീപ്പ്. പൈസയെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. നേരെ 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 മുമ്പ് കാണുന്ന അമ്പലം. നേരെ മുമ്പിൽ ഇവിടെ അമ്പലം. അമ്പലത്തിൽ ആദ്യം കൊടജാദ്രി പോയി വന്നിട്ട് അമ്പലത്തിൽ പോവാം. അവിടെയാണ് ജീപ്പ്. ഇതാണ് ജീപ്പ്. 8 ആൾ വേണം. നോക്കട്ടെ എത്ര ആളായി. ഇതാണ് കൊടജാദ്രിക. കൊടജാദ്രിയിലേക്ക് വന്ന ജീപ്പുകളാണ് ഇതെല്ലാം. ഇവിടെയാണ് ലാസ്റ്റ് പോയിന്റ്. ഇവിടുന്ന് ഇനി അങ്ങോട്ടേക്ക് നടക്കുക. 1.5 മണിക്കൂർ ജീപ്പ് വെയിറ്റ് ചെയ്യും. ജീപ്പ് വെയിറ്റ് ചെയ്തിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞ് ഇവിടുന്ന് അങ്ങോട്ട് തിരിച്ച് മൂകാംബികയിലേക്ക് പോകും. ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് ഏകദേശം ഒരു 1/2 മണിക്കൂർ ഓഫ് റോഡാണ്.
ശരിക്കും കുലുങ്ങും. കുലുങ്ങെന്ന് പറഞ്ഞാൽ നല്ലോണം കുലുങ്ങി പണ്ടാരടങ്ങും. പക്ഷെ ഈ ജീപ്പായോണ്ടില്ലേ, ആ റോഡിൻ്റെ കുണ്ടും കുഴിയെല്ലാം ശരിക്കും എടുക്കുന്നുണ്ട്. നല്ല അടി വരുന്നുണ്ട്. പക്ഷെ ജീപ്പിൻ്റെ സസ്പെൻഷനിലും നല്ല സൂപ്പറാണ്, എടുക്കുന്നുണ്ട് സംഗതി. അന്നദാനത്തിൻ്റെ ഹാളാണ് മുമ്പ് കാണുന്നത്, ഈ വെള്ള ബിൽഡിങ്. ചെരുപ്പ് പുറത്ത് ഊരിയിടണം. അപ്പോൾ സൈഡിലെവിടെയെങ്കിലും ഊരിയിട്ടിട്ട് നേരെ ഉള്ളിൽ കയറാം അന്നദാനത്തിന്. സമയം 2 മണിയായി. 2:30 വരെ ഫ്രീ അന്നദാനമുണ്ട്.
മൂകാംബിക ക്ഷേത്രത്തിൻ്റെ രഥം അടുത്തു പോവാം. ഇത് ക്ഷേത്രത്തിൻ്റെ ബാക്ക് ഭാഗം. ഇത് ഓഡിറ്റോറിയം ഇവിടെ വരിക. ഈ അമ്പലത്തിൻ്റെ ഈ വാതിലിൽ കൂടി നമുക്ക് പുറത്തിറങ്ങാം. ഉള്ളിൽ കയറുകയും ചെയ്യാം, ഇതിലേ കൂടെ പുറത്തിറങ്ങുകയും ചെയ്യാം. ബാക്കിലാണ് ഇത്. ഇനി നമുക്ക് നേരെ ഇതിലെ സൈഡിൽ കൂടെ പോയി ഫ്രണ്ടിൽ കയറാം. മൂകാംബിക ടൗണാണ്. ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ, അടുത്ത റെയിൽവേ സ്റ്റേഷൻ മൂകാംബിക റോഡ് അല്ലെ ബൈന്ദൂർ. അവിടത്തേക്ക് ഓട്ടോ പോകാനെങ്കിൽ 600-700 റുപ്യ ആവും.
പിന്നെ ഇടവിട്ട് അധികം ഇടവിട്ടിട്ടല്ല, ബസ്സുണ്ട്. ബസ്സിന് ചെറിയ പൈസയാവും ടിക്കറ്റിന്. ബൈന്ദൂർ ഇറങ്ങി അവിടുന്ന് ഓട്ടോയിൽ റെയിൽവേ സ്റ്റേഷനിൽ പോകണം. അവിടുന്ന് ഓട്ടോയിൽ 50 രൂപയാവുന്ന പറഞ്ഞു റെയിൽവേ സ്റ്റേഷനിലേക്ക്. അപ്പോൾ ലാസ്റ്റ് ബസ് 6:45. അത് കഴിഞ്ഞാൽ പിന്നെ ബസ്സില്ല, ഓട്ടോ പിടിക്കേണ്ടി വരും. അപ്പോൾ ഈ നേത്രാവതി അങ്ങനെയുള്ള ട്രെയിനിനെല്ലാം പോകുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നൈറ്റിൽ പോകുന്ന ആൾക്കാരൊന്ന് ശ്രദ്ധിക്കുക. നല്ല പൈസയാവും. ടാക്സി ആകുമ്പോൾ ആയാലും പൈസയാവും. 1000 രൂപേൻ്റെ മുകളിൽ മേടിക്കും. ഈ ചേട്ടൻ നിൽക്കുന്ന ഈ ജീപ്പാണ് കുടജാദ്രിയിലേക്ക് പോവുക. ഈ സ്പോട്ടിൽ നിന്നാണ് പോവുക. ഇവിടെ ഇത് ലക്ഷ്മി ഫാൻസി സെന്റർ, ശില്പ ഫാൻസി സ്റ്റോർ. ഇവിടെ രാവിലെ വരണം. 7 മണി തൊട്ട് കുടജാദ്രിയിലേക്കുള്ള ജീപ്പ് തുടങ്ങും. ഉച്ചക്ക് 2 മണിക്ക് ലാസ്റ്റ്. ഇപ്പോൾ ഇല്ല, വൈകുന്നേരം ഇല്ല. ഏകദേശം 1.5 മണിക്കൂർ എടുക്കും അങ്ങോട്ടേക്ക്. 470 രൂപ ഒരാൾക്ക് ടിക്കറ്റ്. സമയം 6 മണിയായി. ഇത് ലാസ്റ്റ് ബസ്സായി ഇവിടുന്ന് ഉടുപ്പിയിലേക്ക്. കുന്താപ്പുര ഉടുപ്പിയിലേക്ക് ലാസ്റ്റ് ബസ്സാണ്, HMT. അപ്പോൾ സമയം ഒന്ന് ചോദിച്ചു വെക്കുക പോകുമ്പോൾ. ഇനി നാളെ ഇല്ലോ ബസ് കുന്താപ്പുര ഉടുപ്പി. ഇതാണ് ബൈന്ദൂർ പോകുന്ന ബസ്. ഇവിടുന്ന് 6:35, വൈകുന്നേരം 6:35 എടുക്കും ലാസ്റ്റ് ബസ്സായതും. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, ടൈമെല്ലാം ഒന്ന് അന്വേഷിച്ച് വെക്കുക. മൂകാംബിക ബസ് സ്റ്റാൻഡ്, SVMS 3635 ലാസ്റ്റ് ബസ് ടു ബൈന്ദൂർ പോയിട്ട് മൂകാംബിക റെയിൽവേ സ്റ്റേഷൻ. ഈ കാണുന്നതാണ് ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷൻ. ഇപ്പോൾ രാത്രി സമയം 7:30 മണിയായിട്ടും. അപ്പം ഇവിടെ ട്രെയിന് കുറവാണ് ഹോൾട്ട് വരുന്നത്. അതുകൊണ്ട് മൂകാംബിക അമ്പലത്തിൽ പോകേണ്ടത് ഇവിടെയാണ് ട്രെയിൻ ഹോൾട്ട് ചെയ്യുക, ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷൻ, അല്ലെങ്കിൽ ഇപ്പം മൂകാംബിക റോഡ് റെയിൽവേ സ്റ്റേഷൻ. അതുപോലെ ഇവിടെ വന്ന് വണ്ടികളുണ്ട്, ഓമ്നികൾ കുറേ ഉണ്ട്. ടാക്സി ആയിട്ട് നേരെ മൂകാംബികയിലേക്ക് പോകാൻ വണ്ടി കിട്ടും. ഇനി അഥവാ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഓപ്പോസിറ്റ് സ്റ്റേഷൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ഹോട്ടൽ അംബിക ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള ഹോട്ടലുണ്ട്. ഇവിടെ താമസ സൗകര്യമെല്ലാം ഉണ്ട്. പുറമേ നിന്ന് കാണുമ്പോൾ പുതിയ ബിൽഡിംഗ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. പിന്നെ റെസ്റ്റോറൻ്റ് ഉണ്ട്, ബാർ ആൻഡ് റെസ്റ്റോറൻ്റ് ആണ്. വെജ് നോൺ വെജ് എല്ലാ ഭക്ഷണവും കിട്ടും. അപ്പം അവിടെ വന്നാൽ പാതിരൊക്കെ വന്നാലും താമസത്തിന് പ്രശ്നം വരില്ല. പിന്നെ ഇവിടുന്ന് മെയിൻ റോഡിലേക്ക് വെറും ഒരു 300 മീറ്ററേ ഉള്ളൂ, ഒരു 10 മിനിറ്റ് നടക്കാനേ ഉള്ളൂ മെയിൻ റോഡിലേക്ക്. പകൽ വരികയാണെങ്കിൽ, രാവിലെ സമയങ്ങളിലും വരികയാണെങ്കിൽ, ബാക്ക് പാക്ക് മാത്രമാണെങ്കിൽ മെയിൻ റോഡിലേക്ക് നടന്നാൽ മതി. ഒരു 300 മീറ്ററേ ഉള്ളൂ. ഓട്ടോന് എത്ര കാശ് എടുക്കുമെന്നറിയില്ല, നടക്കേണ്ട കാര്യമില്ലല്ലോ. ഓട്ടോ വേണേൽ ഓട്ടോ കിട്ടും, അല്ലെ നേരിട്ട് ഇനി മൂകാംബികയെ പോവുകയാണെങ്കിൽ ഇവിടുന്ന് ടാക്സി സർവീസ് കുറേ ഉണ്ട്. എങ്ങനെയില്ല, ഈ വാനുകളുണ്ട് ഇവിടെ, കാറുണ്ട്, വാനുണ്ട്. ഷെയറിങ് പോകുമെന്ന് എനിക്കറിയില്ല, ചിലപ്പോൾ രാവിലെ സമയങ്ങളിലും ഷെയറിങ് പോവും. മൂകാംബികയിൽ നിന്ന് ഇങ്ങോട്ട് ഓട്ടോയിലേക്ക് വൈകുന്നേര സമയം 700 രൂപ പറയുന്നത്. അപ്പോൾ ഈ വാനിൻ്റെ കാര്യം എങ്ങനെയാണെന്നറിയില്ല. ഞാൻ എന്തായാലും ചോദിച്ചിട്ട് ഈ വീഡിയോ തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ. ബൈന്ദൂർ റെയിൽവേ സ്റ്റേഷനിൽ ഒരു വെജ് റെസ്റ്റോറൻറ്റ്, കരാവലി. രാവിലെ 5:30 തൊട്ട് രാത്രി 8 മണി വരെ. ഇഡ്ഡലി, ദോശ, ചപ്പാത്തി, കുറുമ ഇതെല്ലാം കിട്ടും. രാത്രി 8 മണി വരെയല്ലോ വെജ് റെസ്റ്റോറൻറ്റ്. അതുപോലെ ട്രെയിനിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഏത് ട്രെയിനിന് ഏത് സമയത്ത് പാതിരൊക്കെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാലും മൂകാംബിക അമ്പലത്തിലേക്ക് വണ്ടിയുണ്ട്.